ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സാധാരണ നമ്മൾ സ്കൂട്ടറിൻ്റെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇതിന് ഏറ്റവും മുമ്പ് കുറേ കാലം മുമ്പായി നമ്മളൊരു കാർ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ഡ്രൈവ് എ കാർ എന്നതിൻ്റെ കുറച്ച് പാർട്ടികളായിട്ട് ചെയ്യാനായിട്ട് പോകണം. അന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സ്പീഡിലൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആയി തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഹൗ ടു ഡ്രൈവ് എ കാറിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാറിൽ കയറി ഓടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം സമയം വെയിറ്റ് ചെയ്ത് തന്നെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ നാല് ടയറിനും കാറ്റുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വളരെ ഒരു കാര്യമാണ്. നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ 4 ടയറും ഫുള്ളി കണ്ടീഷൻഡ് ആണോ, വണ്ടിയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള എയർ പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് പഞ്ചറാണോ എന്ന് നോക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ സ്റ്റെപ്പിനെയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4 ടയറിനും കാറ്റുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങൾ, നമ്മൾ രാത്രിയൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ വൈപ്പറിൻ്റെ ഈ 2 സംഭവം കണ്ടോ, ഇതെല്ലാം വണ്ടിക്കും ഉണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മുടെ ചില്ലിലൊക്കെ ഫോഗ് പിടിച്ച് ചെയ്യുമ്പോൾ ആ ഫോഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അതൊന്ന് വെള്ളം സ്പ്രേ ചെയ്യും. അപ്പോൾ അതിനുള്ള വെള്ളം നമ്മുടെ വണ്ടിയിലുണ്ടോ എന്ന് നോക്കണം. അതിന് ഈ ബോണറ്റ് നമ്മൾ തുറന്നു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ ബോണറ്റിൻ്റെ സ്വിച്ച് അല്ലെങ്കിൽ ബോണറ്റിൻ്റെ ലിവർ കണ്ടുപിടിക്കണം. നമ്മുടെ വണ്ടിയുടെ ലിവർ ഇതാണ്. അപ്പോൾ ഓരോ വണ്ടിയിലും ചിലപ്പോൾ ഓരോ സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ സ്വിച്ച് ആയിരിക്കും, ചിലപ്പോൾ ബട്ടൺ ആയിരിക്കും, അങ്ങനത്തെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പൊക്കി കഴിയുമ്പോൾ ബോണറ്റ് അവിടെ ഓപ്പൺ ആവുന്നതാണ്. എന്നിട്ട് നമ്മളിങ്ങോട്ട് വന്ന് ഇതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ടാവും, ഒരു പ്രസ് ചെയ്യണ സാധനം. അതിൽ പ്രസ് ചെയ്തിട്ട് ബോണറ്റ് വെക്കുക. ബോണറ്റ് പൊക്കിക്കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു കോല് പോലത്തെ സാധനം ഉണ്ടാവും. ആ കോല് പോലത്തെ സാധനം ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ വയ്ക്കുക. ചില വണ്ടിയിലൊക്കെ അത് ഹൈഡ്രോളിക്സ് ആയിരിക്കും, ഓൾറെഡി പൊക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊങ്ങിയിരുന്നുള്ളൂ. ചില വണ്ടിയിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെയാണ്. പഴയ വണ്ടി ആയതുകൊണ്ടാണ്, അതും ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ടാണ്. പഴയ ടാറ്റ ഇൻഡിക്കയുടെ ഒക്കെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വൈപ്പറിൻ്റെ വാഷിൻ്റെ സാധനം. ഇതാണ്. ഇത് പൊക്കി ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോ നോക്കുക. വെള്ളം ഇല്ലെങ്കിൽ റീഫില്ല് ചെയ്യുക. ദെൻ നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഓയിൽ കറക്റ്റാണോ നോക്കുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എൻജിൻ്റെ ഓയിൽ നോക്കുക. ഇതേപോലത്തെ ഒരു ലിവർ എല്ലാ വണ്ടിയിലും ഉണ്ടാവും. അത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ്റെ ഓയിലിൻ്റെ കളർ മനസ്സിലാവും. അപ്പോൾ എൻജിൻ്റെ ഓയിലിൻ്റെ കളർ നമുക്ക് മനസ്സിലാവും. എൻജിൻ്റെ ഓയിൽ എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുമോ, അല്ലെങ്കിൽ എൻജിൻ ഓയിലിൽ കട്ടി കൂടി കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുക വേണം. ഡീസൽ വണ്ടി ആകുമ്പോൾ എൻജിൻ ഓയിലിൻ്റെ കളർ കറുത്തൊക്കെ വരും. നമ്മുടെ വണ്ടി ഡീസൽ വണ്ടിയാണ്, അതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത്. പെട്രോൾ വണ്ടിയാണെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് കറുത്തൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വണ്ടി എടുക്കുക മീൻസ് പുതിയ വണ്ടിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട. പുതിയ വണ്ടിയാണെങ്കിൽ മറ്റേ വൈപ്പറിൻ്റെ വെള്ളം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ ഈ ഓയിലിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ടത്. അതൊക്കെ അത്യാവശ്യം കിലോമീറ്റർ കിടന്ന് ഓടിക്കോളും. പിന്നെ നമ്മുടെ അത്യാവശ്യം പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. അവിടെ ലെവലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഏത് വണ്ടിയാണെങ്കിലും അതിൽ ലെവലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് തുറന്ന് അതിൽ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഇപ്പോൾ വെള്ളം കുറവായിരിക്കും, കാരണം ഇതിൻ്റെ റേഡിയേറ്റർ ലീക്കാണ്. വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കുക. വെള്ളം ഇല്ലെങ്കിൽ എൻജിൻ ഓവർ ഹീറ്റായിട്ട് എൻജിന് ഭയങ്കര ദോഷകരമായിട്ടുള്ള കാര്യമാണ് എൻജിൻ ഓവർ ഹീറ്റ് ആവുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. റേഡിയേറ്ററിലെ വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻജിന് പ്രോപ്പറായിട്ട് കൂളിംഗ് ഫങ്ഷൻ നടക്കാതെ എൻജിൻ ഓവർ ഹീറ്റ് ആവുകയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. റേഡിയേറ്റർ ഫാൻ വർക്കായില്ലെങ്കിലും എൻജിൻ ഓവർ ഹീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പുതിയ വണ്ടിയാണെങ്കിൽ റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് ആയിരിക്കും ഉണ്ടാവുക. കൂളൻ്റെ ലെവലൊക്കെ രാവിലെ എടുക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. എല്ലാ ദിവസവും ചെക്ക് ചെയ്യണമെന്നൊന്നും പറയില്ല. നിങ്ങൾ പുതിയ വണ്ടിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ടയറിൻ്റെ പ്രഷറൊക്കെ കറക്റ്റായിട്ട് നോക്കുക. സ്റ്റെപ്പിനി ടയറും കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. വണ്ടിയുടെ അകത്തേക്ക് നമ്മൾ കയറുന്നു. അപ്പോൾ വണ്ടിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നത് സീറ്റിലാണ്. ഈ സീറ്റ് നമ്മുടെ കംഫോർട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ട് പുഷ് ബാക്ക് ആയാലും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള മൂവ്മെൻ്റൊക്കെ ആയാലും നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മുടെ കംഫോർട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ സംഭവത്തിൻ്റെ പേരെന്തായിരുന്നു, സീറ്റിൻ്റെ റിക്ലൈൻ കണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ സംഭവം നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കുള്ള സാധനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലച്ചിൽ ചവിട്ടി കഴിയുമ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് നമുക്ക് ചവിട്ടി പിടിക്കാൻ കഴിയണം. ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിടുക. അതായത് ക്ലച്ച് ഫുള്ളായിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റണം. അതായത് ഇങ്ങനെ എത്തിപ്പിടിച്ച് ചവിട്ടുന്ന രീതിയിലല്ലാതെ തന്നെ ഫുള്ളായിട്ട്
ഫുള്ളായിട്ട് നമുക്ക് ചവിട്ടി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം നമ്മുടെ ഈ സീറ്റിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള ആക്ഷൻ നമ്മൾ ഇപ്പോൾ ഏറ്റവും ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാലിന് നീട്ടൊക്കെ കുറവാക്കി ഇങ്ങനെ എത്തിപ്പിടിച്ച് ചവിട്ടണമൊക്കെ വരും. അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിടാനായിട്ട് പാടില്ല. കറക്റ്റായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ചവിട്ടാൻ പാകത്തിന് ക്ലച്ചിൻ്റെ സംഭവങ്ങളൊക്കെ ക്ലച്ചിൻ്റെ സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടണം. സോ സീറ്റിൻ്റെ ആ ഫംഗ്ഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇടുന്നത് നിർബന്ധമാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ ആരും വണ്ടി ഓടിക്കരുത്. കാരണം എയർ ബാഗ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ ഇട്ടതിന് ശേഷം ഇങ്ങോട്ടേക്കൊന്ന് വലിച്ചിടുക. കാരണം അത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടു, നമ്മൾ വണ്ടി സീറ്റ് ബെൽറ്റൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടു. ദെൻ സ്റ്റിയറിങ്, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അല്ല എല്ലാ വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഗിയറാണ്, ആൻഡ് ഇത് ഹാൻഡ് ബ്രേക്കാണ്. പിന്നെ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അറ്റത്തുള്ളതാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് ആക്സിലേറ്ററാണ്, റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ളത് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്ററും ബ്രേക്കും ചവിട്ടാനായിട്ട് നമ്മുടെ റൈറ്റ് കാലാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് കാല് ഉപയോഗിച്ചാണ് നമ്മൾ ആക്സിലേറ്ററും ബ്രേക്കും ഉപയോഗിക്കുന്നത്. ക്ലച്ച് ചവിട്ടാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് കാലും ആണ് ഉപയോഗിക്കുന്നത്. ഗിയർ മാറ്റാൻ പിന്നെ ലെഫ്റ്റ് കൈ ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ. കാരണം ഗിയർ ലെഫ്റ്റ് സൈഡിലാണ്. ഹാൻഡ് ബ്രേക്കും നമ്മൾ ലെഫ്റ്റ് കൈ കൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ വണ്ടി കയറി ഓടിക്കുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണ്, ഗിയർ ബോക്സിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ. ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് വേർപിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഡൈവേഴ്സ് ആവുന്നതാണ്. ഓക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം ഇതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. അല്ലാതെ വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഗിയർ, ഇവിടെ ഗിയർ നോക്കിക്കഴിഞ്ഞാൽ 5 ഗിയർ, പുതിയ വണ്ടി വയ്ക്കുമ്പോൾ 6 ഗിയറൊക്കെ ഉണ്ടാവും. എന്തിനാണ് ഈ 6 ഗിയർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡിനെയും ടോർക്കിനെയും തമ്മിലൊന്ന് ബാലൻസ് ചെയ്യാൻ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് സ്പീഡല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ടോർക്കാണ്. അപ്പോൾ കൂടുതൽ ടോർക്ക് വരണമെങ്കിൽ എന്ത് വേണം, സ്പീഡ് കുറയണം. അപ്പോൾ സ്പീഡ് കുറഞ്ഞൊരവസ്ഥയും ടോർക്ക് കൂടുതൽ ഇടുന്ന അവസ്ഥയാണ് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗിയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ കയറ്റം കയറ്റുമ്പോൾ നമുക്ക് വേണ്ടത് ടോർക്കാണ്, സ്പീഡല്ല. ഇപ്പോൾ നമ്മളൊരു ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് സ്പീഡാണ്. ഓക്കെ. ആ പവറിൻ്റെ ഔട്ട്പുട്ട് ടോർക്കിലേക്കും അല്ലെങ്കിൽ ടോർക്കിലേക്കും സ്പീഡിലേക്കുമായിട്ട് ചെയ്യുന്നതിന് ആ ഒരു കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ 5-6 ഗിയറൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ വേണ്ട സ്പീഡാണ്, ടോർക്കല്ല, ടോർക്ക് കുറച്ച് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5ാമത്തെ ഗിയർ ഇടുക. 5ാമത്തെ ഗിയർ ഇടുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷേ ടോർക്ക് വളരെ കുറവായിരിക്കും. 1ാമത്തെ ഗിയറിൽ ടോർക്ക് വളരെ കൂടുതലായിരിക്കും, സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. ഐ മീൻ 1ാമത്തെ ഗിയറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ വണ്ടി ഒരു 20 അല്ലെങ്കിൽ 30-40 കിലോമീറ്റർ സ്പീഡ് വരെ കയറും. അതേപോലെ ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് വണ്ടി അങ്ങനെ തന്നെ പോവുകയുള്ളൂ. അപ്പം ആ സമയത്ത് ടോർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ആയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗിയറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു സൈക്കിൾ എടുക്കാം, ഒരു ഗിയർ സൈക്കിൾ എടുക്കാം. ഗിയർ സൈക്കിളിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ പല്ലിങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ചെറിയ പല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ചവിട്ടി പോകാനായിട്ട് പറ്റും. ഓരോ പല്ല് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും, ചവിട്ടി കയറ്റാനുള്ള ആ ഒരു ആയാസം കൂടുകയും ചെയ്യും. അതായത് പെട്ടെന്ന് ചവിട്ടി കയറ്റാൻ പറ്റും. കയറ്റമൊക്കെ നമുക്ക് ചവിട്ടി കയറ്റാമെന്ന രീതിയിലേക്ക് വലിയ ചക്രത്തിൽ ഗിയർ ഇടുമ്പോൾ പറ്റും. അപ്പോൾ അതേ സെയിം മെക്കാനിക്സ് എന്ന് പറയില്ല, അതേ ഒരു പ്രിൻസിപ്പിളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ആ വലിയ ചക്രത്തിലിടുമ്പോൾ ആ സൈക്കിളിൻ്റെ പവർ ടോർക്കിലേക്ക് പോവുകയും അപ്പോൾ സൈക്കിള് നമ്മുടെ ചവിട്ടുന്നതിൻ്റെ ആ ഒരു എണ്ണം കൂടുകയും അപ്പോൾ സൈക്കിൾ സ്പീഡ് മീൻസ് സൈക്കിളിന് കൂടുതൽ ടോർക്ക് കിട്ടാനുള്ള ഒരു ഇതുവരെയും സൈക്കിൾ കയറ്റം കയറി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചവിട്ടുന്നതിൻ്റെ ആ ഒരു കറക്കം കൂടും. അതാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതേസമയം ചെറുതിലിടുവാണെങ്കിൽ നമ്മൾ കുറച്ച് ചവിട്ടിയാൽ മതിയാവും, പക്ഷേ വണ്ടി നല്ല സ്പീഡിൽ പോകും. കയറ്റം വരുമ്പം പക്ഷേ നമ്മൾ ഇറങ്ങി തള്ളേണ്ടി വരും. അപ്പോൾ അതേ ഒരു സംഭവം തന്നെയാണ് ഈ കാറിൻ്റെ ഒരു എന്താ പറയുക, മെക്കാനിസം അല്ല, ഇതിൻ്റെ ഒരു സെയിം പ്രിൻസിപ്പിളൊക്കെ തന്നെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബേസിക്കായിട്ടൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചെയ്താവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. ആ വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും പുതിയ കാണാതിരിക്കും. ഇറ്റ്സ് മീ പോൾ സൈനിങ് ഓഫ്.